എക്സാം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങി. ദേവഗിരി കോളേജിലാണ് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. സെക്യൂരിറ്റി കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞെങ്കിലും ജന്നാമണ്ടന്മാരായ ഞങ്ങൾ കുറേ തപ്പിയാണ് അവസാനം ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചത്. അങ്ങനെ ക്ലാസ്സിലെത്തി സൈൻ ചെയ്ത് കുറച്ച് ക്ലാസ്സൊക്കെ കേട്ടവരിപ്പോൾ ഞങ്ങളെല്ലാവരും സാധന സാമഗ്രികളൊക്കെ എടുത്ത് തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഗാർഡനിലെത്തി തേനീച്ചക്കൂടൊക്കെ കണ്ടു. നേരിട്ട് പോയി തേനീച്ചക്കൂട് പറഞ്ഞാൽ കുത്തി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ സ്മോക്കർ എടുത്ത് അതിൻ്റെ അകത്ത് പേപ്പറും ചകിരിയൊക്കെ കുത്തി നിറച്ച് നന്നായിട്ട് പുകയിട്ടു. തേനീച്ചകളൊക്കെ കാമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പുകയിടുന്നത്. അങ്ങനെ തേനീച്ചകളൊക്കെ കാമായപ്പോൾ സാറ് അതിൻ്റെ അകത്തുനിന്നൊരു ഹണിക്കോമ്പ് എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. സാറ് ഞങ്ങളോട് അടുത്തേക്ക് വരാൻ പറഞ്ഞെങ്കിലും എല്ലാവരും കുറച്ച് ദൂരെ മാറി നിന്നാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പൊതുവേ തേനീച്ചക്കൂട് കണ്ടാൽ ഞാൻ ആ പരിസരത്തൂടി പോലും പോകില്ല. പക്ഷെ ഇപ്പം നമുക്ക് വീഡിയോ ആണല്ലോ മീൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് അടുത്ത് പോയി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും അങ്ങനെ പേടിച്ച് ബാക്കോട്ട് നിന്നപ്പോഴാണ് സാറ് ഹണിക്കോമ്പ് എടുത്ത് അബീൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. ഓനത് പിടിച്ചിട്ടൊരു കുഴപ്പമില്ല, ഓനെ കുത്തനില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും വന്നിട്ട് ഹണിക്കോമ്പ് കൈ പിടിച്ച് കുറച്ച് നേരം നോക്കി നിൽക്കിയിരുന്നു. അങ്ങനെ എല്ലാവരും പിടിക്കുന്ന കണ്ടപ്പോൾ ഞാനും കോമ്പൊക്കെ വാങ്ങി കുറച്ച് നേരം തിരിച്ചും മറിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സാറ് അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് കോമ്പ് കട്ട് ചെയ്ത് ഞങ്ങളിൽ ഒരാൾക്ക് തന്നത്. പിന്നെ എല്ലാവർക്കും അതിൻ്റെ അകത്ത് തേനുണ്ടോയെന്ന് അറിയാനുള്ള ത്വരയായിരുന്നു. എല്ലാവരും തേനിന് വേണ്ടി കൈ നീട്ടുന്ന കണ്ടപ്പോൾ ഞാനും കൈ നീട്ടി. അങ്ങനെ ചുളിവിൽ എനിക്കും കിട്ടിയൊരു തുള്ളി തേന്. ഇതൊക്കെ കണ്ടിട്ട് ആരും പോയി തേനീച്ചക്കൂട്ട് കൈയിട്ട് വെക്കണ്ട, നല്ല പണി കിട്ടും. അതിനുശേഷം സാറ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓരോരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്ന ശേഷം എല്ലാം അതിനെടുത്ത് തിരിച്ച് നമ്മൾ എടുത്ത ബോക്സിലേക്ക് തന്നെ വെച്ചു. അപ്പം അത്രയാണ് ഇന്നത്തെ വ്ളോഗ്.